ഓർമ്മയുണ്ടോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഗവേൺസ് അല്ലേ പറഞ്ഞു നിർത്തിയായിരുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ വരെ. റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞില്ല, അതിന്റെ തൊട്ട് മുമ്പ് ഈ ഗവേൺസ് വരെ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്, സോറി അതിന് മുന്നേ അറിയാനുള്ള അവകാശം, അവിടെ ഇതാണ് എടുക്കാനുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. ഇന്ന് എടുക്കാൻ പോകുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം എന്നതിനെ കുറിച്ചാണ്. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? അത് കേട്ടിട്ടുണ്ടോ? വിവരാവകാശ നിയമം എന്ന് പറഞ്ഞ നിയമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? ഏത് വർഷമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത്? വെരി ഗുഡ്, 2005. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? എന്താണ്? സർക്കാർ സ്ഥാപനത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ അതല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒരു ചെറിയൊരു എറർ വന്നതാണേ, കണക്ഷൻ പോയതാ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കറിയാം. നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കുറിച്ചാണ്, ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അവിടുത്തെ ഉദ്യോഗസ്ഥരെ കുറിച്ചും ബ്യൂറോക്രസിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ സമീപിക്കുന്നത് ആരെയാണ്? ഗവൺമെന്റ് സ്ഥാപനങ്ങളെയാണ് അല്ലെ? അപ്പൊ ആ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളും അവയോട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കുണ്ട്, ഇന്ത്യൻ സിറ്റിസൺസിനുണ്ട്. അപ്പോൾ സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയാനുള്ള അവസരമുണ്ട്. അതായത് വി ക്യാൻ കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെന്റ് ഓഫീസ് അബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകളുടെ വർക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച്, നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വേണം, അതുപോലെ നമുക്ക് നമ്മൾ എന്തെങ്കിലും പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലൊക്കെ എല്ലാ വിവരങ്ങൾ അറിയാനുള്ള ഒരവസരം നമുക്ക് ഇന്ന് നിലവിലുണ്ട്. ഈ അവസരം നമുക്ക് ലഭ്യമായത് 2005 നിലവിൽ വന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെയാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ഏത് കാര്യങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, നമുക്ക് എന്തെങ്കിലും പരാതികൾ കൊടുത്തു, ആ പരാതിയുടെ സ്റ്റേജ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സമീപിച്ചു, അതിന്റെ സ്റ്റേജ് എവിടെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയ കുറിച്ചൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? ചിലപ്പോൾ കുറെ ഡിലേ വരും നമുക്ക് എന്തെങ്കിലും. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഡിലേ വരാനുള്ള കാരണം എന്താണ്, അതിപ്പോ ഏത് സ്റ്റാറ്റസ്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, നമുക്ക് തുടങ്ങിയവയെ കുറിച്ചുള്ള എല്ലാ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളും ലഭിക്കാനുള്ള അവകാശം
ഇന്ന് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കുണ്ട്. ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചത് ഏതിലൂടെയാണ്? ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചത് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിലൂടെയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ ഇല്ല, കാണുന്നില്ല. ഓക്കെ, അപ്പൊ വിവരാവകാശ നിയമത്തിലൂടെയാണ്. അപ്പൊ 2005 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005. അത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. പേജ് നമ്പർ 59 ലാസ്റ്റ് ആയിട്ട് കാണാം. പീപ്പിൾ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. കണ്ടോ? ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യുക. എന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത്? അതായത് 2005. ഓക്കെ, ഇനി ഇപ്പൊ കാണാമോ സ്ക്രീനില്? ഓക്കെ, കണ്ടോ ഇവിടെ ശിവശങ്കര? ഈ അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ് എന്ന് പറഞ്ഞു, കണ്ടോ? ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഈ ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ 2005 വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത്. ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ്? അത് അണ്ടർലൈൻ ചെയ്തേ. രാജസ്ഥാനിലെ ദ എഫേർട്ട് ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഓഫ് രാജസ്ഥാൻ has led to the legislation of right to information act. ഇപ്പൊ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്നൊരു സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അത് വരാനുള്ള കാരണം ഇവരുടെ പ്രവർത്തനങ്ങളാണ്. അണ്ടർലൈൻ ചെയ്തോ? അത് ചെയ്തോ? ഓക്കെ, അടുത്ത് പറയുന്നത് 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഇത് അണ്ടർലൈൻ ചെയ്യണേ. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശമാണ് ഈ ഏതിലൂടെ ഉറപ്പുവരുത്തുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെ ഉറപ്പുവരുത്തുന്നത്. അതായത് ദിസ് എൻഷുവർ ദ റൈറ്റ് ഓഫ് ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു റിസീവ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഗവൺമെന്റ് ഓഫീസുകളുടെ പ്രവർത്തനവുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ, ജനങ്ങൾക്കും അറിയാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവകാശമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെ ലഭിക്കുന്നത്. അതിന്റെ ഐഡിയ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് ജനങ്ങൾക്കും അറിയാനുള്ള അവകാശമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ? ശിവശങ്കരൻ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്യണേ. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് ലഭിക്കാനുള്ള അവകാശമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. ഒന്ന്, അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. ഇത് അണ്ടർലൈൻ ചെയ്യണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെന്റ് കറപ്ഷൻ. നമുക്കറിയാം അവിടെ ഗവൺമെന്റ് ഓഫീസുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ വർക്കുകളും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉദ്യോഗസ്ഥർക്ക് അഴിമതി അധികം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ജനങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കണം? ജനങ്ങൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് അഴിമതി അധികം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അപ്പൊ അഴിമതി തടയാന്, കറപ്ഷൻ തടയാന് ഈ നിയമം സഹായിക്കുന്നു. ടു പ്രിവെന്റ് കറപ്ഷൻ. രണ്ടാമത്, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്. അതായത് ജനങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഈ ഓഫീസുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതുപോലെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അവർ ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളെല്ലാം
എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. എന്തെങ്കിലും ഡിലേ അവിടെ പറ്റിപ്പോയാൽ അല്ലെങ്കിൽ അവര് ഒന്ന് ഉത്തരവാദിത്തമില്ലാതെ ജോലിയിൽ നിന്ന് ഒന്ന് ശ്രദ്ധ ഇതാക്കിയാൽ അത് ജനങ്ങൾ ചോദിക്കും. ജനങ്ങൾ കറക്റ്റ് ആയിട്ട് ചോദിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഡിലേ വന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റി എന്നൊക്കെ ജനങ്ങൾ കറക്റ്റ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടത് കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി, കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുവാൻ ഈ നിയമം സഹായകമായി. അതുപോലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ്. അതായത് പണ്ടൊന്നും നമുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്താ നടക്കുന്നത്, അവിടുത്തെ ഫയൽ വർക്ക് പേപ്പർ വർക്കുകൾ എന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അവര് പറയുന്നു, അത് ജനങ്ങൾ വിശ്വസിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പോഴെന്താണ് ഈ നിയമം വന്നതോട് കൂടിയിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അതേപോലെ തന്നെ ജനങ്ങൾക്കും നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ട്രാൻസ്പെറന്റ് ആണെന്ന് നമുക്ക് പറയാം ഈ നിയമം വന്നതോടുകൂടി. അപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുന്നതാണ് ടു പ്രിവെന്റ് കറപ്ഷൻ നമുക്ക് തടയാം, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ്. മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചത്. റൈറ്റ് ഈ ഭാഗത്ത് നമ്മളിപ്പോ നോക്കിയത് എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ചാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ 2005 നിലവിൽ വന്നത്, 2005 നിലവിൽ വന്നത്. 2005 നിലവിൽ വന്നു. ഓക്കെ, അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്യമല്ല, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഗവൺമെന്റ് ഓഫീസുകളിലെ വർക്കുകളെ പറ്റി കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഏതിന്റെ പ്രവർത്തനം മൂലമാണ് വന്നത്? രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന ഒരു സംഘടനയുടെ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഒരു നിയമം വരാൻ കാരണമായത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിവെന്റ് കറപ്ഷൻ തടയുക, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുക. ഓക്കെ, വർക്ക് ചെയ്യാൻ സഹായിക്കുക. അതേപോലെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ഗവൺമെന്റ് കുറച്ചും കൂടി ഫങ്ഷനിങ് ട്രാൻസ്പെറന്റ് ആക്കുക. ഇതൊക്കെയാണ് എന്തിന്റെ ലക്ഷ്യങ്ങള്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, മോനായി കെ വർഗീസ്, പേരെന്താണ്? ശരിക്കുള്ള പേരെന്താ? എൽന. ഓക്കെ, എൽന അല്ലെ. ഓക്കെ, എൽനയ്ക്ക് മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനെ കുറിച്ച്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിലും, അതായത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആർ കോൺസ്റ്റിറ്റ്യൂഡ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പൊ നാഷണൽ ലെവലിലും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും, നാഷണൽ ലെവലിലും സ്റ്റേറ്റ് തലത്തിലും സ്റ്റേറ്റ് ലെവലിലും ഇൻഫർമേഷൻ കമ്മീഷൻസ് നിലവിലുണ്ട്. ഓക്കെ, ഇൻഫർമേഷൻ കമ്മീഷൻ എന്തിനാണ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നറിയാമോ? നമുക്ക് ഇവിടെ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. ഓക്കെ, ടു പെർഫോം ദ ഫംഗ്ഷൻ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതായത് ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇൻഫർമേഷൻ അറിയാനുള്ള അവസരം ഉണ്ടെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സ്ഥാപിതമായതാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഇൻഫർമേഷൻ കമ്മീഷൻ ദേശീയ തലത്തിലും നാഷണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. ഓക്കെ,
അപ്പൊ ഈ ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടാകും. അതോടൊപ്പം തന്നെ 10-ൽ കവിയാതെ, അതായത് ഏകദേശം 10ഓളം മെമ്പേഴ്സും ഇതിലുണ്ടാവും, ഈ കമ്മീഷനിലുണ്ടാവും, വിവരാവകാശ കമ്മീഷനിലുണ്ടാവും. 10-ൽ കവിയാത്ത മെമ്പേഴ്സും ഈ വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. അപ്പൊ മനസ്സിലായോ എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്ത് പറയും? To perform the functions under the Right to Information Act, information commissions are constituted at the national and state level. There will be a chief information commissioner and not more than 10 members in the information commission എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതിലെ കാര്യങ്ങൾ, അതിന്റെ ചുമതലകളെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട്, ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ആരുണ്ട്? ഒരു കമ്മീഷന് രൂപം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. ഈ ഇൻഫർമേഷൻ കമ്മീഷനിൽ ആരുണ്ടാവും? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. അതിന്റെ താഴെയായിട്ട് 10 മെമ്പേഴ്സും ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അറിയണം. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ഒരു കാര്യത്തെ കുറിച്ച് നമുക്കറിയണം. അപ്പൊ നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. പക്ഷേ ആ അതായത് ആ സ്ഥാപനം അല്ലെങ്കിൽ ആരാണോ ഇൻഫർമേഷൻ തരേണ്ട ഉദ്യോഗസ്ഥർ നമുക്ക് കറക്റ്റ് ടൈമിന് നമുക്ക് വേണ്ട സമയത്ത് ആ ഇൻഫർമേഷൻ നമുക്ക് തന്നില്ല, അല്ലെങ്കിൽ അവർ തരില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടിയത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരുവാണെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? ഈ ഇൻഫർമേഷൻ കമ്മീഷന് അപ്പീൽ കൊടുക്കാം, നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ഓഫീസ് നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? ഈ ഇൻഫർമേഷൻ കമ്മീഷനെ, അത് നാഷണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. നമുക്ക് ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിച്ച് നമുക്ക് കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, അതിനെ തുടർന്ന് ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് കമ്മീഷണറും അതുപോലെ 10 മെമ്പേഴ്സും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർ ഇതേക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പരാതി, നമ്മൾ കൊടുത്ത പെറ്റീഷൻ കറക്റ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ആരാണോ നമുക്ക് ഇൻഫർമേഷൻ തരേണ്ട ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്താണ് തെറ്റ് വന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ദിവസം 250 രൂപ 250 റുപ്പീസ് പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായോ എന്താന്ന്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും വിവരം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ സമീപിച്ചു? നമുക്ക് അറിയേണ്ട ആ ഗവൺമെന്റ് ഓഫീസിനെ സമീപിച്ചു. പക്ഷെ ഗവൺമെന്റ് ഓഫീസ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ തന്നില്ല, അല്ലെങ്കിൽ അവർ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയാനുള്ള അവകാശമില്ല. കാരണം എന്താണ്? നമുക്ക് നിയമമുണ്ട്, നമുക്ക് ഏത് വിവരം അറിയാനുള്ള നിയമമുണ്ട്. അപ്പൊ ആ നിയമപ്രകാരമാണ് നമ്മൾ ആ ഓഫീസിൽ ചെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് വിവരം അറിയണമെന്ന് അവരോട് പറഞ്ഞത്. പക്ഷെ ആ ഉദ്യോഗസ്ഥൻ പറയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ ഇവിടുന്ന് തരില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? നേരെ എവിടെ പോകാം? വിവരാവകാശ കമ്മീഷൻ, ഇൻഫർമേഷൻ കമ്മീഷന് സമീപിക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാം. അപ്പൊ ഇൻഫർമേഷൻ കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷിക്കും. അപ്പൊ ആ ഉദ്യോഗസ്ഥന് അങ്ങനെ പറയാനുള്ള അവകാശമില്ല. അപ്പൊ ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ ഉദ്യോഗസ്ഥന് ഓരോ ദിവസവും 250 രൂപ വീതം പെനാൽറ്റി ചുമത്താനുള്ള അവകാശം ആർക്കുണ്ട്? ഈ വിവരാവകാശ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വാങ്ങി തരികയും ചെയ്യും ഇൻഫർമേഷൻ കമ്മീഷൻ. അത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് മനസ്സിലായി, ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് മനസ്സിലായി. അപ്പൊ ഇൻഫർമേഷൻ ആക്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതിന്റെ കാര്യങ്ങൾ, ഇൻഫർമേഷൻ ആക്ട് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, നാഷണൽ ലെവലിലും ഉണ്ട്. ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, 10 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതാണ് റൈറ്റ് ടു സർവീസ് അല്ലെങ്കിൽ സേവന അവകാശം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. സേവന അവകാശം, നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ കാണുന്ന ഒരു ടേബിൾ കണ്ടോ? ഒരു ബോക്സ് കണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചേ, എന്താ നോക്കിക്കേ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക്.
ഓക്കെ, ഈ സേവന അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് റൈറ്റ് ടു സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ നോക്ക്, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന ഒരു നിയമമാണ് സേവനാവകാശ നിയമം. അതെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 61 പേജ് നമ്പറിലെ റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ. ഓക്കെ, എന്താണ് മനസ്സിലായോ എന്താണെന്ന്? അത് സർക്കാരിന്റെ സർവീസുകൾ കറക്റ്റ് ടൈമിന്, അതുപോലെ തന്നെ കൃത്യമായിട്ടും അത് ജനങ്ങൾക്ക് കിട്ടണം, ജനങ്ങൾക്ക് അത് ലഭ്യമാക്കണം, അതിനുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു നിയമമാണ് സേവനാവകാശ നിയമം എന്ന് പറയുന്നത്. ഇത് അണ്ടർലൈൻ ചെയ്യണം. എവിടെന്ന് വെച്ചാൽ റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ. അത് അണ്ടർലൈൻ ചെയ്യണം. ചെയ്തോ അണ്ടർലൈൻ എല്ലാം? ഓക്കെ, പ്രഭിജിത്ത് ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അത് എന്താണ്? അതായത് ഓക്കെ, ഗവൺമെന്റിന്റെ സർവീസുകൾ കറക്റ്റ് ആയിട്ട് അതുപോലെ ജനങ്ങൾക്ക് ലഭിക്കണം, ആ ടൈമിന് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ ജനങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയുന്ന ഒരു നിയമമാണ്, ഒരു ആക്ട് ആണ് എന്ത് സേവനാവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ലോ ഡിറ്റർമിൻ ദ ടൈം ലിമിറ്റ് ഫോർ എവരി സർവീസ് ഗിവൺ ബൈ എ ഗവൺമെന്റ് ഓഫീസ്. അതായത് ഓരോ ഗവൺമെന്റ് ഓഫീസും ഈ സേവനങ്ങൾ എത്ര ടൈമിനുള്ളിൽ കൊടുക്കണം എന്ന് ഇത് അനുശാസിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഓരോ സർവീസും നമുക്ക് വേണ്ടപ്പോഴാണ് നമുക്ക് ആ സർവീസ് കിട്ടേണ്ടത്, അല്ലെ? നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും അത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതായത് ഗവൺമെന്റിന്റെ ഒരു സർവീസ് നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോഴാണ് നമ്മൾ ആ സർവീസ് നമുക്ക് ലഭിക്കേണ്ടത്. അല്ലാതെ നമ്മളുടെ ആ ആവശ്യം, ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ആ സർവീസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ല? ഇല്ല. അപ്പൊ നമുക്ക് പഠിക്കുമ്പോഴാണ് നമുക്ക് സ്കോളർഷിപ്പുകളും മറ്റും കിട്ടേണ്ടത്. നമ്മുടെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആ സ്കോളർഷിപ്പും മറ്റും കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോഴാണ് ആ സർവീസ് കിട്ടേണ്ടത്. അപ്പോൾ ഈ സേവന അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു സർവീസിലൂടെ പറയുന്നത് ഇതാണ്. അതായത് ഗവൺമെന്റിന്റെ സർവീസ് എത്ര ടൈമിനുള്ളിൽ, എത്ര കാലപരിധിക്കുള്ളിൽ ജനങ്ങൾക്ക് നൽകണം എന്നാണ് ഇത് പറയുന്നുണ്ട്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനം എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു. അതുപോലെ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്നും വ്യവസ്ഥ നിയമത്തിലുണ്ട്. അതായത് ഇഫ് ദ ഡിസേർവ്ഡ് സർവീസ് ഇസ് നോട്ട് ഗിവൺ വിത്തിൻ ദിസ് ടൈം ലിമിറ്റ് ദ റെസ്പോൺസിബിൾ എംപ്ലോയീസ് ഷുഡ് പേ എ ഫൈൻ. അതായത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, അപ്പൊ ഒരു സർവീസ് എപ്പോഴാണോ ജനങ്ങൾക്ക് ആവശ്യം, ഒരു പൗരന് ആവശ്യനും ആ ടൈമിൽ തന്നെ കൊടുക്കാൻ ആർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്? ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഉദ്യോഗസ്ഥന് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് എന്ത് കൊടുക്കേണ്ടി വരും? ഫൈൻ കൊടുക്കേണ്ടി വരും ആ ഉദ്യോഗസ്ഥൻ. ഓക്കെ, നമ്മളിപ്പോ ഒരു വില്ലേജ് ഓഫീസിൽ പോയി നമുക്ക് ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഓക്കെ, ആ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ എവിടെ പോയി? വില്ലേജ് ഓഫീസിൽ പോയി. അപ്പൊ അവിടുത്തെ ഓഫീസർ നമുക്ക് കറക്റ്റ് ടൈമിന് തന്നില്ല, ചിലപ്പോൾ ഒരുപാട് ദിവസം വൈകിട്ടാണ് നമുക്ക് തന്നതെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്താ ഒരു ഉപകാരം ഇല്ലാതെയായി. നമുക്ക് എപ്പോഴാണ് വേണ്ടത് അപ്പോഴാണ് അത് കിട്ടേണ്ടത്. അപ്പൊ ആ വില്ലേജിലെ ഉദ്യോഗസ്ഥൻ അതിലെന്ത് പറ്റി? ഒരു ഡിലേ വരുത്തി, അല്ലെ? അത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഗവൺമെന്റിന് എന്ത് കൊടുക്കണം? ഫൈൻ കൊടുക്കണം എന്നാണ് ഈ സേവനാവകാശത്തിൽ പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ ഓരോ സർവീസും എപ്പോഴാണോ ആ ഒരു വ്യക്തിക്ക് ആവശ്യം ആ സമയത്ത് തന്നെ നൽകണം. അതിൽ എന്തെങ്കിലും വീഴ്ച, എന്തെങ്കിലും മിസ്റ്റേക്ക് അത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ വരുത്തുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ മേല് എന്ത് ചെയ്യും? ഫൈൻ ചുമത്താനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ ഫൈൻ ചുമത്തും എന്നാണ് ഈ സേവനാവകാശം പറയുന്നത്. മനസ്സിലായ അൽന? ഓക്കെ, ഇത്രയേ ഉള്ളൂ സേവനാവകാശം പറയുന്നത്. അപ്പൊ സേവനാവകാശം എന്താണ്?
എന്താണ് പറയുന്നത്? റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവർ സർവീസ് ടു ദ പീപ്പിൾ. അപ്പൊ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ സർവീസ് കറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിനും ലഭ്യമാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ എന്ത് പറ്റും? ഒരു വ്യക്തിക്ക് എപ്പോഴാണോ ഗവൺമെന്റ് സർവീസ് ആവശ്യം ആ സമയത്ത് തന്നെ ഗവൺമെന്റ് ഓഫീസുകളിലെ അതത് ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥര് നൽകണം. ആ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ആ ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഫൈൻ ചുമത്തുക ഉദ്യോഗസ്ഥരുടെ മേല്. ഇതാണ് റൈറ്റ് ടു സർവീസ് ആക്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കുന്നത് നമ്മള് ലോക്പാൽ ആൻഡ് ലോകായുക്ത. അതെന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, Lokpal and Lokayukta are institutions constituted to prevent corruption at administrative, bureaucratic and political levels. അതായത് ഭരണതലത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ ബ്യൂറോക്രാറ്റിക് ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ പൊളിറ്റിക്കൽ ലെവലിലുമുള്ള അഴിമതി കറപ്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോക്പാലും ലോകായുക്തയും. അപ്പൊ എന്തിനാണ്? അതായത് ഭരണതലത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ബ്യൂറോക്രാറ്റിക് ലെവലിലും പൊളിറ്റിക്കൽ ലെവൽസിലും എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടാവുമല്ലോ, എന്തായാലും തീർച്ചയായിട്ടും കറപ്ഷൻസ് ഉണ്ടാവും. അത് തടയുന്നതിന് വേണ്ടിയിട്ട്, അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോക്പാലും ലോകായുക്തയും. മനസ്സിലായോ? ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് എന്താണ്? Lokpal and Lokayukta are institution constituted to prevent corruption at administrative, bureaucratic and political levels. Okay. അടുത്തത് പറയുന്നത് the institution constituted at the national level to prevent corruption is Lokpal. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ലോക്പാൽ എന്നാണ്. അപ്പോൾ ദേശീയ തലത്തിൽ നാഷണൽ ലെവലില് കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോക്പാൽ. എന്താണ് ലോക്പാൽ? നാഷണൽ ലെവലില്. അപ്പൊ ലോക്പാലും ലോകായുക്തയും ഉണ്ട്. അതിൽ ലോക്പാൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലില് കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോക്പാൽ. അത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, Lokpal has the power to register case on issues of corruption against employees and public workers and it can suggest necessary actions. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ അഴിമതിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് അല്ലെ. അഴിമതിയെ കുറിച്ച് നമ്മൾ ന്യൂസുകളിലൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പൊ പൊതുപ്രവർത്തകർക്ക് അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെയൊക്കെ മേൽ ഒരുപാട് അഴിമതികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് സിനിമകളിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കെതിരെയൊക്കെ അഴിമതി, അവര് ഇത്ര പണം എടുത്തു കട്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അഴിമതി കേസുകൾ നമുക്ക് അറിയാം. നമുക്ക് അഴിമതി കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ അഴിമതി കേസുകൾ, അതായത് ഇത്തരം കറപ്ഷനെതിരെ അന്വേഷിക്കുവാനും അതിനു വേണ്ട നടപടികൾ എടുക്കാനും ആർക്ക് അധികാരമുണ്ട്? ലോക്പാലിന് അധികാരമുണ്ട്. ലോക്പാൽ ഹാസ് ദ പവർ ടു രജിസ്റ്റർ കേസ്. അപ്പൊ ഇവർക്കെതിരെ വരുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യാനും ആൻഡ് അഗെയിൻസ്റ്റ് എംപ്ലോയീസ്, പബ്ലിക് വർക്കേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ സജസ്റ്റ് നെസസറി ആക്ഷൻ. എന്തൊക്കെ ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിക്കാനുമുള്ള അവകാശം ആർക്കുണ്ട്? ലോക്പാലിനുണ്ട്. അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലില് കറപ്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോക്പാൽ. ഓക്കെ, ലോക്പാൽ അത്രയും പ്രധാന പോയിന്റ് അത് തന്നെയാണ്. ദേശീയ തലത്തിൽ നാഷണൽ ലെവലിലാണ് ലോക്പാൽ ഉള്ളത്. അത് മനസ്സിലായോ അല്ല പ്രഭിജിത്ത്? ഓക്കെ, അപ്പൊ നാഷണൽ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ള കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ലോക്പാൽ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്താൽ അത് കേസുകൾ രജിസ്റ്റർ ചെയ്യാനും അതിനെതിരെ നെസസറി ആക്ഷൻ എടുക്കാനുള്ള അധികാരവും അവകാശവും ആർക്കുണ്ട്? അധികാരം ആർക്കുണ്ട്? ഈ ലോക്പാലിന് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ലോകായുക്ത? ലോക്പാല് നാഷണൽ ലെവലിലാണെങ്കിൽ ലോകായുക്ത എന്തായിരിക്കും? സ്റ്റേറ്റ് ലെവലിലായിരിക്കും അല്ലെ. സംസ്ഥാന തലത്തില് അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ലോകായുക്ത. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ലെവലില് ഈ കറപ്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോകായുക്ത. അപ്പൊ അത് രണ്ടും മനസ്സിലായോ? ലോക്പാലും ലോകായുക്തയും, ഈ രണ്ടും ലോക്പാലും ലോകായുക്തയും കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ ലോക്പാൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലിലും ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലുമാണ് ഉള്ളത്. മനസ്സിലായില്ലേ?
ഓക്കെ. അടുത്ത് ഇതേപോലെയുള്ള വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പൊ ഇതും അത് സെയിം തന്നെയാണ്, അതേപോലെ തന്നെയാണ്. ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ. ഇതും കറപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലെവൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ലോക്പാലും ലോകായുക്തയും പോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 1964 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ. It came into effect in 1964. It is formed to prevent corruption in the central government offices. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട കറപ്ഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ആ പേരിൽ തന്നെയുണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കറപ്ഷൻസുകൾ, അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പരിശോധിക്കുന്നതിനും അതിനുവേണ്ട ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് ഫോം ചെയ്തിട്ടുള്ളത്. ഇതും അപ്പൊ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും എന്താണ്, ഒരു ഹെഡായിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്താൽ അതിനെതിരെ അന്വേഷിക്കാനും അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇവർക്കുണ്ട്. അപ്പൊ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പോലെ തന്നെ ഓരോ സ്റ്റേറ്റ് ലെവലിലും എന്തുണ്ടായിരിക്കും, ഈ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ ലെവലിലും ഉണ്ട് ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അതേപോലെ ഓരോ സ്റ്റേറ്റിനും ഉണ്ട് വിജിലൻസ് കമ്മീഷൻ. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? സ്റ്റേറ്റിലെ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കറപ്ഷനുമായി ബന്ധപ്പെട്ട കേസുകളാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ പരിശോധിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? എന്താണ്? കറപ്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ടു പ്രിവെന്റ് കറപ്ഷൻ എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? നാഷണൽ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 1964 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും ഉണ്ട് വിജിലൻസ് കമ്മീഷൻ. അവര് ആ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഓഫീസ്, ഇപ്പൊ കേരളത്തിലെ വിജിലൻസ് കമ്മീഷൻ കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കറപ്ഷൻ കേസുകളാണ് പരിശോധിക്കുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് ഇതേപോലെയുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓംബുഡ്സ്മാൻ. ഓക്കെ, ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ഓക്കെ, ഇതും ഇതുപോലെ തന്നെയാണ്. ജനപ്രതിനിധികൾ, അതായത് നമുക്കറിയാം ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ എ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കംപ്ലൈന്റ്സ് ക്യാൻ ബി ഫിൽഡ് അഗെയിൻസ്റ്റ് ദ കറപ്ഷൻ, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. സർവീസ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ്. നമുക്കറിയാം ജനപ്രതിനിധികൾ അല്ലെ, നമുക്കറിയാം നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തികൾ ഉണ്ടാവും, മിനിസ്റ്റേഴ്സ്, അതേപോലെയുള്ള ജനപ്രതിനിധികള്, അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് എന്നിവർക്കൊക്കെ എതിരെയായിട്ട് പല അഴിമതി കേസുകളും രജിസ്റ്റർ വരാറുണ്ട്. അപ്പൊ അവര് കൂടുതൽ പണം എന്തെങ്കിലും ദുർവിനിയോഗം ചെയ്തു, അങ്ങനെ അതുപോലെ അവരെന്തെങ്കിലും പക്ഷപാതം കാണിച്ചു, അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം എന്തെങ്കിലും ഫേവറായിട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അഴിമതി കേസുകൾ വരും. ഇതിനെതിരെ നമുക്ക് പരാതി നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും ഇതിനെ നിയമിക്കുക. അപ്പൊ ഇതിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനും ആക്ഷൻ എടുക്കാനൊക്കെ അത് സർവീസിൽ നിന്ന് വിരമിച്ച റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ഈ ഓംബുഡ്സ്മാനിൽ നിയമിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായിട്ട് ഇവിടെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ അതിനെതിരെ അന്വേഷണം നടത്തി വേണ്ട ആക്ഷൻസ് ആരെടുക്കും? ഈ ഓംബുഡ്സ്മാൻ എടുക്കും. അപ്പൊ ഇതും ജസ്റ്റ് ഇതേ സെയിം മുകളിലത്തെ പോലെ തന്നെ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓംബുഡ്സ്മാൻ. അതായത് എന്തെങ്കിലും കറപ്ഷൻസ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ
അതിനെതിരെ നമുക്ക് ആർക്ക് പരാതി നൽകാം? ഈ ഓംബുഡ്സ്മാനിൽ പരാതി നൽകാം. ഈ ഓംബുഡ്സ്മാന് അവിടെ കാര്യങ്ങൾ നോക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയാണ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് വേണ്ട ആക്ഷൻസ് എടുക്കുന്നത്. ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇന്നെടുത്ത് മനസ്സിലായോ എന്താ നമ്മൾ നോക്കിയതെന്ന്? എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ, നമുക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005 പറഞ്ഞു. പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടല്ലേ, അത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉണ്ട് കമ്മീഷൻ. പിന്നെ നമ്മൾ അടുത്ത് നോക്കിയ എന്താണ്? ഇൻഫർമേഷൻ കമ്മീഷൻ. ഇൻഫർമേഷൻ കമ്മീഷൻ. ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തത് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് നമ്മൾ നോക്കി അല്ലേ. റൈറ്റ് ടു സർവീസ് ആക്ട് എന്താണ്? അപ്പോൾ ജനങ്ങൾക്ക് ഗവൺമെന്റ് സർവീസുകൾ കറക്റ്റ് ടൈമിന് തന്നെ നൽകണം. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡിലേ വരുത്തിയാൽ ആ ഉദ്യോഗസ്ഥനെതിരെ ഫൈൻ ചുമത്തും. അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ എന്താണ് ലോക്പാലും ലോകയുക്തയും നോക്കി. ലോക്പാലും ലോകയുക്തയും എന്ന് പറയുന്നത് കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോക്പാലും ലോകയുക്തയും. ലോക്പാൽ ഏത് ലെവലിലാണ് ഫോം ചെയ്തിട്ടുള്ളത്? നാഷണൽ ലെവൽ. ലോകയുക്തയോ? സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിലുമാണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. വിജിലൻസ് കമ്മീഷൻ. ഇത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഈ കേസുകളാണ് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇതേപോലെ തന്നെ രീതി പാറ്റേണിലുള്ള ഓരോ സ്റ്റേറ്റിനും ഉണ്ടാവും വിജിലൻസ് കമ്മീഷൻ. സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനും ഉണ്ടാവും. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസുകളുമാണ്, കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് പരിശോധിക്കുന്നത്. ഓക്കെ, ഓംബുഡ്സ്മാനും അതേപോലെ തന്നെ കറപ്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് എന്തെങ്കിലും കറപ്ഷൻസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെയോ എന്തെങ്കിലും ജനപ്രതിനിധികൾ, അതായത് മിനിസ്റ്റേഴ്സോ MLA MP അവർക്കൊക്കെ എതിരെ നമുക്ക് കണ്ട ആർക്ക് പരാതി കൊടുക്കാം? ഈ ഓംബുഡ്സ്മാനിൽ പരാതി കൊടുക്കാം. ഓക്കെ, അവരത് അന്വേഷിച്ച് അതിന് വേണ്ട ആക്ഷൻസ് എടുക്കും. ഓക്കെ, ഇതോടെ ഇവിടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. മനസ്സിലായോ ഈ ചാപ്റ്റർ എന്താന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ജോഗ്രഫി ആണോ? ഞാൻ നോക്കട്ടെ. എന്തായാലും 2 ബുക്ക് എടുത്ത് വെച്ചോ, ഞാൻ ഏതാന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.